അക്യുപങ്ചർ വിദഗ്ധൻ ഡോക്ടർ സജീവ് മറ്റത്തിലിന്റെ അക്യുപങ്ചർ അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. അക്യുപങ്ചർ അക്കാദമി ഓഫ് ഡോക്ടർ സജീവിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ 6ാമത്തെ ബാച്ചിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടന്നത്. മരുന്നുകളാണ് മനുഷ്യനെ രോഗികളാക്കുന്നതെന്നും മരുന്നുകളുടെ ഉപയോഗം മൂലമുള്ള പാർശ്വഫലങ്ങൾ കൊണ്ടാണ് പല അവയവങ്ങളും നശിച്ച് ആളുകളുടെ മരണത്തിനിടയാകുന്നതെന്നും പ്രശസ്ത അക്യുപങ്ചർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ സജീവ് മറ്റത്തിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അക്കാദമി ഓഫ് അക്യുപങ്ചറിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളിവിടെ പഠിപ്പിച്ചു വിടുന്നത് പ്രകൃതിയും ശരീരവുമായിട്ടുള്ള ബന്ധം, ഈ പഞ്ചഭൂതങ്ങൾ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം, ഈ 5 പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള 5 പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് നാഡീ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ നാഡീ പരിശോധന പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ചികിത്സ കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അതോടെ രോഗിക്ക് സുഖമാക്കും. മരുന്ന് ധാരാളമായി ഇപ്പൊ നമുക്ക് ആലോചിക്കാം, നമ്മൾ മരുന്നുകൾ കഴിച്ചുകൊണ്ട് വരുന്ന രോഗികളാണ് കൂടുതലും രോഗികളായി മാറുന്നത്. അനാവശ്യമായ മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ. മരുന്നില്ലാതെ ഇന്നിപ്പോ കിഡ്നി പോയി രോഗികൾ വരുന്നു, ലിവർ പോയി രോഗികൾ വരുന്നു, ശ്വാസകോശം പോയി, അല്ലെങ്കിൽ ഹൃദയം പോയി, ഏതെല്ലാം വിധത്തിലുള്ള രോഗികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഈ രോഗികളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത്? ഈ രോഗികളൊക്കെ അനാവശ്യമായ മരുന്നുകൾ കഴിച്ചതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ. ഇത്തരം രോഗികളെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇവര് ശരിക്കും പറഞ്ഞാല് ഈ മരുന്നുകൾ കഴിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരെ സുഖമാക്കാമായിരുന്നു. പക്ഷെ മരുന്നുകൾ കഴിച്ച രോഗിക്ക് ആവശ്യമില്ലാതെ കെമിക്കല് വൈകിട്ട് ചെന്ന് അത് വയറാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാക്കുന്ന സാധനം വയറാണ്. രോഗിയുടെ നാഡി പരിശോധിച്ച് ഏത് അവയവത്തെയാണ് രോഗം ബാധിച്ചിരിക്കുന്നതെന്നും എന്താണ് രോഗാവസ്ഥയെന്നും തിരിച്ചറിയുകയാണ് അക്യുപങ്ചർ ചികിത്സയിലൂടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 6ാമത്തെ ബാച്ചിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടന്നത്. അക്കാദമി എക്സാം കൺട്രോളർ ജയ സജീവ് അധ്യക്ഷയായി. പി.കെ. വേണുഗോപാലൻ, അനഘ എസ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ മഹാത്മാഗാന്ധി ഒരു കസ്തൂർബാ ഗാന്ധിയുടെ പേരിൽ ഒരു പ്രകൃതി ചികിത്സാലയം ആരംഭിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ചികിത്സാലയത്തിന്റെ ഉദ്ദേശലക്ഷ്യം പൂർത്തിയാകുന്നത് ഒരു രോഗിയും ഇല്ലാതെ ഈ ചികിത്സാലയം പൂട്ടുന്ന ദിവസമാണ് ഇതിന്റെ ഉദ്ദേശലക്ഷ്യം പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞു. കാരണം മരുന്നില്ലാത്തൊരു ചികിത്സയായിരുന്നു പ്രകൃതി ചികിത്സ. അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം അന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സാലയങ്ങൾ മനുഷ്യനന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മഹാത്മാവിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണിവ. സി നെറ്റ് ന്യൂസ്, കരിന്തളം.